എനിക്ക് പേടി വന്നു പോണേ പോട്ടെ പിള്ളേരൊക്കെ അവിടെയാണ്. അതിനെന്താ നമുക്ക് പോയി നോക്കാലോ. എടാ മിണ്ടായിരിക്കടാ. കൂടൊന്നും എടുക്കണ്ടേട്ടാ. ഇതേടാ സ്റ്റിച്ചുകള്. അതിനെന്താ ഇതിനകത്ത് വല്ല നിധി ഉണ്ടെങ്കിലോ? സ്റ്റിച്ച് ബോളൊന്നും അല്ലടാ, ഹെൽമെറ്റാ. തലയുട്ടിയാണോ? തുറക്കല് ചുമ്മാ. കൊട എടുക്കണ്ട. എന്താ ഇത് വല്ല നിധി ഉണ്ടെങ്കിലോ? കൊട എടുക്കണ്ട. ഞാനാണ് പറയണ കൊട എടുക്കണ്ട. വേണ്ട. നിന്റെ അച്ഛേ നിന്റെ ഫ്രണ്ടാണോ പറയണ കൊട എടുക്കണ്ട. ഭൂതങ്ങൾക്കൊരു ഭൂതം, ഭൂമി കറക്കണ ഭൂതം, കുംഭം ചിരിയുടെ മേളം. ഭൂതം ഭൂതം. അയ്യോ അണച്ചു എന്തോ ഓടിച്ചു. അയ്യോ അയ്യോ ഇനി അങ്കിളൊന്ന് പരിചയപ്പെടുത്താം. ഐ ആം വെരി ഫ്രോഡ് ഭൂതം. പിന്നെ കോട്ടയംകാരൻ ഭൂതത്തിന് ആരും ഭൂതം എന്ന് പറയല്ല, ഭൂതം എന്നാ പറയാറില്ല കേട്ടോ. ഭൂതം. ഇനി നീ ഇവിടെ നിന്ന് ഭായെന്നും ഭൂതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭൂതം ഞാൻ ഈ കുടത്തിനകത്ത് ഭാവിയാക്കി മാറ്റും കേട്ടോ. വേണോ? ഇതെന്താണോ സ്പൈക്കാണോ? ഒന്നും പറയണ്ട മോനെ. അങ്കിള് ഒരാടുത്ത് അങ്കിളുടെ ഭാവി നോക്കാൻ വേണ്ടി ചെന്നു. അങ്ങനെ അങ്ങേര് പിടിച്ചാണ് അങ്കിളിനെ ഇങ്ങനെ ഭൂതമാക്കി മാറ്റിയത്. അയ്യോ പട്ടണത്തിൽ ഭൂതം ഞാനല്ല, അത് മമ്മൂട്ടിയാണ് പട്ടണത്തിൽ ഭൂതം അഭിനയിച്ചത് കേട്ടോ. അതിൽ നീ അഭിനയിച്ചിട്ടില്ലേ? ഞാൻ കണ്ടു. എന്റെ പൊന്നു മോനെ, അങ്കിൾ ഈ വേഷത്തിലൊക്കെ പട്ടണത്തിൽ ഇറങ്ങിയ ആൾക്കാർ പട്ടണത്തിൽ ഭൂതം നല്ല വിളിക്കുന്നത്. ദേ പട്ടണത്തിൽ പ്രാന്തം പോകുന്നു പറയും. ചെറിയൊരു സംഭവങ്ങൾ ചെയ്യും. ചിലപ്പോ കാലിടിയും കൈവട്ടി മാറ്റും, ചിലപ്പോ എന്റെ പെർഫോമൻസ് ഞാൻ കണ്ടു. 1983 നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിട്ട് അവസാനം മാറുന്നല്ലേ ഞാൻ കണ്ടു. നല്ലൊരു സിനിമയായിരുന്നു. അതുപോലെ ട്രിവാൻഡ്രം ലോഡ്ജിൽ രണ്ടുപേരും അഭിനയിച്ച തകർത്തല്ലേ അല്ലേ? കണ്ണിനുള്ളിൽ നീ മക്കളെ ഇപ്പോഴൊക്കെ പാടാൻ പറ്റുള്ളൂ, കുറഞ്ഞാത്തിരുന്ന പാടാൻ പറ്റുള്ളൂ. നിന്റെ അത് ഞാൻ കണ്ടു. അവൻ തന്നെ അക്ഷരം പറയാൻ പറ്റുന്നില്ല. നിന്നെ ഞാൻ പേടി, ഇവന്റെ പേടി ഇതൊരു മാറില്ലെന്നല്ലേ? കണ്ണന്റെ പേടി മാറ്റാൻ വേണ്ടി അങ്കിള് നല്ലൊരു മാജിക് കാണിച്ചു തരാം. ഓക്കെ കാറ്റ് കടം വാങ്ങിവാ
മയിൽ തണ്ണിയും കുളിരും. അങ്കിൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഈ കുടത്തിൽ നിന്ന് അങ്കിളിനെ ഇങ്ങനെ തുറന്നു വിടും. അങ്കിൾ പോയി ആ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് നടക്കും. തിരിച്ചു കയറുന്ന ഏതെങ്കിലും മാട്ടപ്പടം കാണുമ്പോൾ അങ്കിൾ തന്നെ ബോറടിക്കും. അങ്കിൾ തന്നെ നേരെ കുടത്തിനകത്ത്. ഏതായാലും അങ്കിളിനെ പരിചയപ്പെടുത്തി. ഇനി നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എല്ലാവരും. സിനിമകളൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നിങ്ങളെ പേര് തുടങ്ങിക്കോ. എന്താ പേര്? ഫഗത്. പിന്നെ 1983 കണ്ണൻ അല്ലേ? രമേശിന്റെ മകൻ കണ്ണൻ. ഓക്കെ, ഇത് ഓക്കെ ബേബി നയൻതാര അല്ലെ? ഞാൻ വിചാരിച്ചു നയൻതാര എന്നൊക്കെ പറഞ്ഞപ്പോ ഇനി ഒറിജിനൽ മറ്റേ നയൻതാരയാണോ? അപ്പു. ഓ, വീട്ടിൽ വിളിക്കുന്നതല്ലേ? ഇനി ഇദ്ദേഹത്തിന്റെ പേര്? ഓ, ഡിജെക്കൊക്കെ പോവോ? കൊള്ളാം. ഇനി ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? എന്റെ പേര് ആർജെയോ? ഏത് റേഡിയോ ജോക്കിലാണ് വർക്ക് ചെയ്യുന്നത്? പിന്നെ റുഷിൽ ജോർജ്. ഓ, റുഷിൽ ജോർജ്. ഈ റുഷിൽ എന്നാണ് ഈ പല്ലെ കമ്പി ഇട്ടിരിക്കുന്നത്. അതെന്താന്നറിയോ? അവന്റെ പേര് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവന്റെ പല്ലി കമ്പിട്ടിരിക്കാൻ നേരെ പറയാൻ പറ്റുന്നത്. അവന്റെ പല്ലി കമ്പിയിട്ട സമയത്ത് എന്റെ പല്ലി കമ്പിയിട്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോ സുന്ദരനായി പോയി. ഒരു പല്ല് ഉഗാണ്ടയിലും നിന്റെ ഒരു പല്ല് അമേരിക്കയിലും. കമ്പിടണമെങ്കിൽ ഒരു അകലം വേണോടെ. അപ്പൊ ഇനി വീട്ടിലാരൊക്കെ ഉണ്ട്? ഡിജയുടെ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? എന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ചേട്ടൻ, പിന്നെ ഞാൻ. ഇനിയിപ്പോ ഇദ്ദേഹത്തിന് നമ്മുടെ ആർജെ? എന്റെ വീട്ടില് അച്ഛനും അമ്മയും ഞാനും. പറഞ്ഞു വന്നപ്പോൾ ഒരുപാട് പേരുള്ള പോലെ അല്ലേ? കണ്ണന്റെ വീട്ടില് കണ്ണന്റെ ഫാദർ ഡയറക്ടറാണ്. 1983 ഷൈൻ അല്ലേ? സിനിമ നല്ല. വീട്ടില് ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, മുത്തശ്ശനുണ്ട്. അല്ല, കണ്ണൻ ഇടയ്ക്ക് ബൈക്കിൽ നിന്ന് അങ്ങോട്ട് വീണോ? അതോ ബൈക്ക് സർക്കസ് കാണിച്ചോ? കണ്ണൻ അങ്ങാണ്ട് ഒരു ദിവസം പത്രത്തിൽ അങ്കിൾ വീണൊന്നുമില്ല. ജസ്റ്റ് ബൈക്കിന് ടയറിന്റെ ഇടയിലോട്ട് കാല് പോയി, കുറെ തൊലി പോയി. അതിന് ക്രിക്കറ്റ് ബോളാന്ന് പറഞ്ഞ് ഇങ്ങനെ കാലുകൊണ്ട് തട്ടിയതാണോ? അങ്ങനെയൊന്നുമില്ല, കാലകത്തോട്ട് പോയി. ഓക്കെ, അപ്പൊ ഒരു നല്ല സിനിമാ താരമായി മാറും അല്ലേ? അതാണോ ആഗ്രഹം? ക്രിക്കറ്ററാണോ അല്ലേ? ഓക്കെ, അങ്കിൾ അതിന് മാജിക് ഒക്കെ തരാം. ഇനിയിപ്പോ നയൻതാരയുടെ വീട്ടിലോ? എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ഉണ്ട്. പക്ഷെ എന്റെ അച്ഛൻ ബാംഗ്ലൂരിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇനി എല്ലാവരുടെയും പഠിത്ത കാര്യം അങ്കിളിനൊന്ന് അറിയണം. നമ്മുടെ നയൻതാര എങ്ങനെ പഠിക്കാനൊക്കെ മിടിക്കുകയാണോ? എല്ലാത്തിനും എത്ര മാർക്കൊക്കെ ഉണ്ട്? എനിക്ക് എല്ലാത്തിനും എ ഗ്രേഡാ. കണ്ടോ, എല്ലാത്തിനും എ ഗ്രേഡാ. സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകും, ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ലെങ്കിൽ പോലും എല്ലാത്തിനും പ്രോഗ്രസ് കാർഡിൽ എ ഗ്രേഡ് ആണ്. പ്രോഗ്രസ് കാർഡിൽ അവൾക്ക് ആബ്സെന്റ് ആയിട്ട് എ ഇട്ട് കൊടുത്തതാണ്. വെരി കറക്റ്റ്. ഇനി നമ്മളെങ്ങനെ പഠിക്കാനൊക്കെ മിടുക്കനാണോ? ഞാൻ എല്ലാത്തിനും. ഈ കഴിഞ്ഞ ദിവസമല്ലോ എക്സാം പേപ്പറിലെ ക്രിക്കറ്റിനെ കുറിച്ച് 3 വാക്യങ്ങൾ എഴുതാൻ പറഞ്ഞു. അപ്പൊ അവൻ എഴുതി വെച്ച എന്താ? മഴ കാരണം ഇന്നത്തെ കളി മുടങ്ങി. അവന്റെ മുഖത്തൊരു ദുഃഖമുണ്ടല്ലേ? എന്തോ ഇങ്ങനെ ഒരു ദുഃഖമുണ്ട്. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഞാൻ പോയിട്ടാണ്. ആ കാര്യം അങ്ങ് ചോദിക്കട്ടെ, എന്താ അവൻ ദുഃഖിച്ചിരിക്കുന്നത്? അവന്റെ ടെസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട്സ് വന്നോ? എന്നിട്ട് എല്ലാത്തിനും നല്ല മുട്ട പൂജ്യം കിട്ടി. 1000-1 ഞാൻ 3 പൂജ്യമല്ലോ. ശരിയാ, മാത്സിന് വാല്യൂ ഉണ്ട്. കൊള്ളാലോ. പക്ഷെ എന്നാലും അവന്റെ മുഖത്തൊരു ദുഃഖമുണ്ടല്ലേ? അതെന്താ കാരണം? അതെന്താന്നറിയാവോ? അവന്റെ അച്ഛൻ ഗാന്ധിജിയുടെ പടം വെട്ടിയെന്ന് പറഞ്ഞിട്ട് അവനെ വഴക്ക് പറഞ്ഞു. നിന്റെ അച്ഛൻ നീ ഗാന്ധിയുടെ പടം വെട്ടിയെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു? എനിക്ക് ഞാൻ ചോദിച്ചിട്ടുള്ള കാര്യം വേണ്ട. അവൻ എങ്ങനെയാണെന്നറിയോ? അവന് ഗാന്ധിയുടെ പടം 1000 രൂപയുടെ നോട്ട് തന്നെ ഗാന്ധിയുടെ പടം മാത്രം വെട്ടിക്കളഞ്ഞു. അത് ശരി. എടാ, 1000 രൂപയുടെ നോട്ടേനാണോ നീ ഗാന്ധിയുടെ പടം വെട്ടിയെടുത്തത്? അതിന് വേറൊന്നും കിട്ടിയില്ല, പ്രോജക്ട് സബ്മിറ്റ് ചെയ്യാല്ലേടാ. ഇനിയിപ്പോ എന്താ? ഇനി അങ്കിള് നിങ്ങളുടെ സിനിമകളൊക്കെ കാണാറുണ്ട്. ഇനി അങ്കിളിന് ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ എന്തെങ്കിലും പ്രകടനം അങ്കിളിനെ ലൈവായിട്ട് കാണണം. അപ്പൊ ട്രിവാൻഡ്രം ലോഡ്ജിൽ 2 പേര് പാടി അഭിനയിച്ചിട്ടുണ്ട്. കണ്ണിനുള്ളിൽ കൺമണി. കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേൻമൊഴി, കിന്നാര പൂങ്കുഴൽ പാട്ടു നീ, എന്നാളുമെൻ കളിത്തോഴി നീ, മുത്തേ നിന്നെ മുത്തി നിൽക്കും കാറ്റിനും അനുരാഗമോ. ദിഗദാനാദീം ദാന ദിഗദാനാദീം ദാന ദിഗദാനാദീം ദാന. കണ്ണിനുള്ളിൽ നീ കണ്ണ
പാട്ടു നീ എന്നാളുമെൻ കളിത്തോഴി നീ മുത്തേ നിന്നെ മുത്തി നിൽക്കൂ കാറ്റിനും അനുരാഗമോ എന്തോ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഉള്ള ഗിഫ്റ്റ് ഇനി നിങ്ങൾക്ക് ഞങ്ങൾ ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. ഞാൻ ഇഷ്ടംപോലെ ഗിഫ്റ്റ് തന്നേ നിങ്ങളെ വിടുകയുള്ളൂ. നിങ്ങൾ പറ എന്ത് ഗിഫ്റ്റാണ്? മുട്ടായി വേണോ അതോ പാട്ട് വേണോ ഡാൻസ് വേണോ? ഡാൻസ് മതിയോ? ഡാൻസ് ആരുടെ വേണം? സൂപ്പർമാൻ, സ്പൈഡർമാൻ, മൈക്കിൾ ജാക്സൺ, വെറൈറ്റി ഡാൻസ്? വെറൈറ്റി ഡാൻസ് ദാ പിടിച്ചോ. അതിന് ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇനിയിപ്പോ അതിനെ നമുക്ക് അപ്രത്യക്ഷമാക്കിയാലോ? ആക്കിയാക്കട്ടെ? അടുത്ത ഗിഫ്റ്റ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഗിഫ്റ്റ് വേണോ? ശരി. മിമിക്രിയില് നിങ്ങളെക്കാൾ കൊച്ചു കുട്ടി ഒരാളുണ്ട്. അദ്ദേഹം പല ഫിഗറിൽ ഇവിടെ വന്നു. ആ കൊച്ചു പയ്യനെ ഞാനിവിടെ ആദ്യമായിട്ട് വിളിക്കാൻ പോകുന്നത് നമ്മുടെ VS അച്യുതാനന്ദൻ സഖാവായിട്ടാണ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. ആ കൊച്ചു കലാകാരന്റെ മിമിക്രി എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എന്താ നിങ്ങൾ കണ്ടൻസ് ചെയ്യോ? അപ്പൊ കണ്ണന്റെ ഒരു മിമിക്രി കാണട്ടെ. ആരെയാ കണ്ണ അനുകരിക്കുന്നത്? ജനാർദ്ദൻ ചേട്ടനെ. ഓ അപ്പൊ കണ്ണന്റെ ജനാർദ്ദൻ ചേട്ടൻ ഒന്ന് കേട്ട് കളയാം. ഓ തക്കപ്പൻ അല്ലടാ പൊന്നപ്പൻ. ഓ നാട്ടിച്ചു പട്ടച്ചാറായി മുഞ്ചു കൊട്ടാരം നശിപ്പിച്ചു.
കണ്ണനൊരു ഉമ്മൻചാണ്ടി ഞാൻ കണ്ടു. കണ്ണൻ എവിടെയോ ഉമ്മൻചാണ്ടി പറഞ്ഞ ഞാൻ കണ്ടില്ല. അതൊന്ന് കേൾപ്പിച്ചു നോക്കട്ടെ. കേക്കട്ടെ. ഏതോ സരിത കൂടുന്നത് ജോപ്പൻ ജോപ്പാൻ പോയത് ഞാനും ഞാനും ഏതോ കൊള്ളാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ആരെയാണ് കാണുന്നത്? ജയൻ. ഓക്കെ, ആ കണ്ടോ. ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരി മാൻമിഴി മലർ ശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? ആരെയാണ് ഗിഫ്റ്റ് ആയിട്ട് തരേണ്ടത്? ഞാൻ സത്യൻ മാഷ്. സത്യം മാഷ്. ദാ പിടിച്ചു സത്യം മാഷ്. Johnny money, Johnny, you are my gun and money. Johnny money, Johnny. Johnny money, Johnny. ഇനി എന്താണ്? ഹലോ മിസ്റ്റർ പെരേര. അപ്പൊ ദാ കണ്ടോളൂ. ഹലോ മിസ്റ്റർ പെരേര. Bloody bugger. അപ്പോൾ നയൻ മലയാള സിനിമയിൽ എല്ലാ താരങ്ങളുമായിട്ട് അഭിനയിച്ച് നിൽക്കുന്നു അല്ലേ? ശ്രീനിവാസനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കൂടെ. കണ്ടോ? ശ്രീനിവാസനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കൂടെ. ധനഞ്ജനും അതുപോലെ തന്നെ. കണ്ണാപ്പി എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ലാലേട്ടൻ, ദിലീപേട്ടൻ ഇവരെല്ലാം അഭിനയിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ആർജെ ജോയ് മാത്യൂസിൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് മാജിക്കാണ്? ഇവരെല്ലാം ഇവിടെ വരുത്തണോ? ആരെയാണ് ഇവിടെ വരുത്തേണ്ടത്? നിങ്ങൾ പറയുന്ന ആളെ ഞാൻ ഇവിടെ വരുത്താം. അങ്കിള് കൊറേ മാജിക് ഒക്കെ കാണിക്കുന്നതല്ലേ? നമ്മുടെ പുതിയൊരു സിനിമ ഉണ്ടല്ലോ ലാലേട്ടന്റെ പെരിച്ചാഴി, അത് കാണിക്കാവോ? പെരിച്ചാഴി
ഇല്ലേ? അപ്പൊ പെരിച്ചാഴിയെ കാണാം. ദാ അങ്ങോട്ട് നോക്കിയോ. ദാ പെരിച്ചാഴി. നമ്മൾ സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. ഏതായാലും നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാനൊക്കെ സാധിച്ചതിൽ അങ്കിളിന് വളരെ സന്തോഷമുണ്ട്. ഇനിയും എല്ലാവരും പുതിയ സിനിമകളിലൊക്കെ അഭിനയിച്ച് നാളത്തെ സൂപ്പർ താരങ്ങളായിട്ട് വരണം. ഓക്കെ, നമുക്കൊരു സമ്മാനം വേണം. ഇനി എന്ത് സമ്മാനം? അങ്കിള് പാടണം. ശരി, അങ്കിളിന് ഏത് പാട്ട് പാടണം? പിടിച്ചു. പിടഞ്ഞെന്നെ കൊല്ലും കണ്ണ് എല്ലാരും ചൊല്ലും പുല്ലാപ്പാണെന്ന് അയിലമത്തി ചൂരകാരി കണവകളിൽ കൂടി കരിമിൻ മറ്റവാള പ്രാണു ചെറുക്ക് ഐക്കൂറാതെ തോന്നി ചൂരകാരി കണവകളിൽ കൂടി കരിമിൻ മറ്റവാള പ്രാണു ചെറുക്ക് ഐക്കൂറാതെ പോയിട്ടൊന്നും ഉണ്ടാവില്ല. പോണോടാ പോയിട്ടുണ്ടാവും. ഭൂതങ്ങളുടെ സ്കാർഫ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെക്കാൻ.